പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ എല്ലാ മക്കളെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവ്, പീഡിതമായ നിന്റെ രൂപത്തെ, ഉയർത്തുന്നതിന് നിന്റെ രൂപത്തെ, രാജാവായി നിൽക്കുന്നതിൻ്റെ രൂപത്തെ, രാജകീയ രൂപത്തെ എല്ലാം ഇപ്പോൾ മനസ്സിൽ മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. കർത്താവെ, അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രയാസങ്ങൾ ഇരിക്കുന്നത് നീ ആശീർവദിക്കണമേ. ഇന്ന് യാത്രയ്ക്ക് പോകുന്നവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ആരുടെയെങ്കിലും മുമ്പിൽ ഇൻ്റർവ്യൂവിനോ ടെസ്റ്റിനോ അല്ലെങ്കിൽ ജഡ്ജിയുടെ മുമ്പിൽ വിചാരണയ്ക്കോ മജിസ്ട്രേറ്റ് മുമ്പിൽ വിചാരണയ്ക്കോ നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുള്ളവരെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതമാർഗം മുട്ടിപ്പോയവരെ, മക്കളില്ലാത്തവർ, മക്കളെ ഓർത്ത് മരിച്ചുപോയ മക്കളെ ഓർത്ത് വേദനപ്പെടുന്നവർ, ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലോട്ട് പോയിരിക്കുന്നവർ, അവർക്കെല്ലാം മാനസാന്തരപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാനുള്ള കൃപ നൽകാൻ പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ നടന്ന സംഭവങ്ങൾ വക്കീലിനോട് എന്ന് പറയുമ്പോൾ വക്കീൽ എൻ്റെ കൂടെ നിയമപരമായിട്ട് നിലനിൽക്കാൻ വേണ്ടി കുറേ കള്ളത്തരങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നിനക്ക് ഇനി ജീവിതകാലത്ത് ഈ ജന്മത്ത് കർത്താവിൻ്റെ മുമ്പിൽ വരാൻ പറ്റാത്ത രീതിയിൽ നിന്നെ ആക്കി കളഞ്ഞിട്ടുള്ള നിയമ സാഹചര്യങ്ങളിലേക്ക് നീ വലിച്ചുകീഴപ്പെട്ടുള്ള സാഹചര്യങ്ങളെ അതിനെ നിയമപരമായിട്ട് സത്യസന്ധം അതിജീവിക്കാൻ പരിശുദ്ധമ്മ ദേവമാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch with the fire fingers, walk with the precious blood. 3 മക്കളും ഒരു പെൺകുഞ്ഞും മുതിർന്നൊരു പെൺകുഞ്ഞുമുള്ള ഒരു സന്ദേശത്തെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവരെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. അവരെ നീ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിൽ കർത്താവ് ഉണ്ടെന്നും കർത്താവിടെ കൂടെ അവരുടെ കാര്യങ്ങളത്തിലൊക്കെ അന്വേഷിക്കാൻ കർത്താവ് കൂടെ ഉണ്ടെന്ന് അവർക്ക് വലിയ സന്ദേശമാണ് ഇപ്പോൾ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കുറേ നാളുകളായിട്ട് ഇപ്പോൾ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കിട്ടാതെ നീണ്ടുപോകുന്ന രേഖകൾ ഗവൺമെൻറ്റിൽ നിന്ന് അല്ലാതെ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന രേഖകളുടെ മേലെല്ലാം ഏതെല്ലാം രേഖകളോ എന്തെല്ലാം ഉപകരണങ്ങളോ നിങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ വലിയ ചൈതന്യം പ്രസരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. അത് നടപ്പിൽ വരുത്താൻ നിലനിൽക്കുന്ന തടസ്സങ്ങളെയും ദോഷങ്ങളെയും യേശുക്രിസ്തുവിൽ ബന്ധിക്കുന്നു. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരെ നീക്കുവാമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് സുവിശേഷത്തിലെ പെട്ടെന്ന് പ്രഥമ ദൃഷ്ടിയാ കുഴപ്പങ്ങളില്ലെന്ന് തോന്നിയാലും നമ്മൾ സെക്കൻഡ് തോട്ട് വെച്ചാൽ കുഴപ്പങ്ങളുള്ള ചില വചനങ്ങളുണ്ട്. ഇപ്പം ഉദാഹരണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഒരു വചനം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 13:8 എടുത്തേ. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. ഓക്കെ, ക്ലിയർ അല്ലേ? മറ്റു ചില വിത്തുകള് എന്ത് ചെയ്ത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിലേ ഞാൻ കൃപാസനത്തിൽ എൻ്റെ കുർബാന ദിവസം ഈ വചനമാണ് വായിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഞാൻ ആൾക്കാരോട് ചോദിച്ച ഉടനെ പരിശുദ്ധാത്മാവ് മനസ്സിൽ തോന്നിച്ചതാണ്, ഈ നല്ല നിലത്ത് വീണ വിത്ത് എന്തുകൊണ്ട് മേനി വ്യത്യാസം വരണത്? നിലത്തിന് വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇപ്പൊ നല്ല നിലം എന്ന് പറയുമ്പോ നമുക്ക് ഇപ്പൊ ലൂക്ക 8:15 എടുത്ത്. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. ഇതാണ് ഇതിന്റെ കീ വേടം, താക്കോൽ വചനം എന്ന് പറയും. ഇപ്പൊ ഈ നല്ല നിലത്ത് വീണത് നമ്മള് ഇപ്പൊ മത്തായി 13:8 നല്ല നിലത്ത് വീണത് ചില വിത്തുകള് 100 മേനി, ചിലത് 60 മേനി, ചിലത് 30 മേനിയാണ്. ഇപ്പൊ നല്ല നിലമെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ ഈശോ? അതാണ് 8:15 വായിച്ചത്. ഒന്നിന് വായിച്ച്. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഫസ്റ്റ് പ്രോസസ് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ. അപ്പൊ ആ ഹൃദയത്തിന്റെ പ്രത്യേകത, ഹൃദയവയറിന്റെ പ്രത്യേകത എന്താണ്? അത് ഉത്കൃഷ്ടമാണ്, ഉദാത്തമാണ്. പിന്നെ എന്താണ്? നിർമ്മലമായ ഹൃദയത്തിൽ വിശുദ്ധമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സംഗ്രഹിക്കുന്ന ആള് ദൈവത്തിൽ നിന്നൊരു വചനം വരുമ്പോ അത് സംഗ്രഹിക്കുന്ന ആളാരാണ്, അവരുടെ നേച്ചർ അനുസരിച്ചാണ് വചനത്തിന് ഫലം ഉണ്ടാകുന്നത്. ഇപ്പൊ ഏറ്റവും നല്ലവണ്ണം സംഗ്രഹിച്ച ആളാരാണ്? മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ
മറിയമാകട്ടെ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നല്ലേ പറയണത്. അപ്പം നല്ല നിലം എന്ന് പറയുന്നത് ഉത്കൃഷ്ടവും. അപ്പം ഇത് മറിയത്തിലേക്കാണ് സംഗമം പോണതേ, മറിയത്തിലേക്കാണ് പോണതേ. ലുക്കാന്റെ സുവിശേഷം 2:51. അവന്റെ അമ്മ അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം കണ്ട. അമ്മ പിക്ചറിൽ പറഞ്ഞ കണ്ടില്ലേ, നല്ല നിലത്ത് വീണതെന്ന് ചോദിച്ചിട്ട് ഉത്കൃഷ്ടവും സംശുദ്ധ ഹൃദയം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ആളായ്മയായിട്ടാണ് ഈ അമ്മ വരേണ്ടത്. അവന്റെ അമ്മ പറഞ്ഞ് ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്താണ്, ഏത് കാര്യമാണ്? പിതാവിന്റെ കാര്യത്തിൽ ഈശോ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ എന്നുള്ള ഒരു സഹനകാല സുവിശേഷമില്ലേ? സഹനകാല സുവിശേഷം. സഹനകാല ചില വചനങ്ങളുടെ പ്രത്യേകത, ഇത് ആ വചനങ്ങൾ നിത്യതയിൽ മാത്രമേ വിരിയത്തുള്ളൂ. നിത്യതയിൽ നമുക്ക് ഇപ്പം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒഴിച്ചിടും അത്. പക്ഷെ വിരിയണ എപ്പോഴും നിത്യതയിലായിരിക്കും വിരിയണത്. ഭൂമി അത് വെച്ച് വിരിയത്തില്ല. അപ്പം അത് പക്ഷേ ഫലപ്രാപ്തി എന്താ, നിത്യകാലം വളരും. അതുകൊണ്ട് അങ്ങനെ കുറേ വചനങ്ങൾ ആത്മാവിനെ കുഴിച്ചിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യതയിൽ നിന്നാണ് നമുക്കതിൻ്റെ ആവശ്യം വരണത്. കാര്യം നിത്യതയിൽ നമുക്ക് വേണ്ടി എത്ര പേര് എക്കാലം പ്രാർത്ഥിക്കും നമുക്കറിയത്തില്ലല്ലോ. മക്കളൊക്കെ പ്രാർത്ഥിക്കും, നമ്മൾ വിശ്വസിക്കണമെന്നല്ലേ ഉള്ളു. അത് 2-3 ആണ്ട് കഴിയുമ്പോൾ നമ്മുടെ കാര്യത്തിൽ അവർ തീരുമാനമാക്കുമല്ല. അപ്പം നമ്മൾ തന്നെ ചില വചനങ്ങൾ ഭൂമിയിൽ വിരിയിക്കാന് പകരം നിത്യതയിൽ വിരിയിക്കാൻ വേണ്ടി ആത്മാവിൽ കുഴിച്ചു വിടണം. അത് മിക്കവാറും എന്താണ്, നമുക്ക് മനസ്സിലാക്കാത്ത ദൈവത്തിൻ്റെ പദ്ധതിയായിരിക്കും. ഈ ഗോട്ട് ദ പോയിന്റ്. കർത്താവ് പരിശുദ്ധാത്മാവിനോട് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ പറയുന്നുണ്ട്. എന്താ സംഭവിച്ചാൽ ചില കാര്യങ്ങൾ ജീവിതത്തിൽ മനസ്സിലാകത്തില്ല നമുക്ക്. 2:48 അവനെ കണ്ടപ്പോൾ വചനത്തെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. വചനത്തിന്റെ മാതാപിതാക്കന്മാര് വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, അവന്റെ അമ്മ വചനത്തോട് പറഞ്ഞു, വചനമാസമാരോട് പറഞ്ഞു, മകനെ നീ ഞങ്ങളോട് വചനമേ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? ഇങ്ങനെ ഈ രീതിയിലുള്ള അനുഭവം തന്നത് എന്താണ്? അത് നമ്മൾ ചോദിക്കണല്ലേ. ഞാൻ ഉടമ്പടി എടുത്ത് ഉപവസിച്ചു, എന്നിട്ട് ഞാൻ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല. വചനം എടുക്കാത്ത ആൾക്കാരും ദൈവമായിട്ട് ബന്ധമില്ലാത്ത എതിരെ സംസാരിക്കുന്നവർക്കൊക്കെ ഉദ്യോഗം കിട്ടിയെന്ന് നമ്മൾ ചോദിക്കണല്ലേ. ചില കാര്യങ്ങൾ ദൈവത്തോട് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. എങ്കിലും ചോദിക്കാതെ കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഓർക്കണം, എന്താ കാര്യം? അത് നിത്യതയിൽ വിരിയേണ്ട വിത്താണ്. ദൈവം എന്താണ് നമ്മളോട് ഇങ്ങനെ ചെയ്തത്? അതിൻ്റെ പേരിൽ ചില അണ്ണന്മാർ ദൈവം ഇല്ലെന്നും പറഞ്ഞ് പോകുന്നവരുണ്ട്. ദൈവം ഇല്ലെന്നും പറഞ്ഞേ, അതായത് നമ്മൾക്ക് പ്രാർത്ഥിക്കുന്നതിന് തക്ക ഉത്തരം കിട്ടുകാതിരിക്കുകയും ഒരു പ്രാർത്ഥനയും ദൈവത്തിനെതിരെ ജീവിക്കുകയും വൃത്തികെട്ട ജീവിതം ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ ഭൗതിക ആനുകൂല്യം കിട്ടുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കും, എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന്. എന്നിട്ട് നമ്മൾ പുറത്ത് പറയത്തില്ലെങ്കിലും ഒരു നിർമ്മതക്കാരനായിട്ടും സുവിശേഷ ചൈതന്യം ഇല്ലാത്തവനായിട്ടും പ്രാർത്ഥന നമ്മൾ ഊതിക്കെടുത്തു. നിങ്ങൾ ഊതിക്കെടുത്തില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥനയുടെ ഊതിക്കെടുത്തത് പ്രാർത്ഥിക്കാത്തത് ഒന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മൾ മരവിച്ച് പോകും. അപ്പം നമ്മൾക്ക് വേണ്ടിയാണ് മാതാവ് ചോദിക്കുന്നത്, മകനെ ഞങ്ങളോട് നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? കാര്യം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിനക്ക് തരാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നീ ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കണമെന്ന് പറയണമായിരുന്നു, അല്ലെങ്കിൽ നിൽക്കട്ടെന്ന് ചോദിക്കണമായിരുന്നു. ചോദ്യവും പറയുകയൊന്നും ഇല്ലാതെ ഞങ്ങളോട് ചോദിക്കാതെ നീ നിന്ന് നീ ഉണ്ടെന്നും പറഞ്ഞ് പോയി. യാത്രക്കാരുടെ കൂടെ നീ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പോയി. പകുതി വഴി എത്തിയപ്പോൾ നീ ഇല്ല. പിന്നെ തിരിച്ച് നടന്ന് പണവുമില്ല. ഇനി എത്ര നാൾ പണിയെടുത്താണോ ആവശ്യപിതാവ് ഈ കാശ് തിരിച്ചു വന്ന കാശ് ഉണ്ടാക്കാൻ? അപ്പോഴെ കൺഫ്യൂഷൻ ഉണ്ടാക്കണമല്ല ദൈവമേ. ഞങ്ങളിവിടെ എന്താണ് നീ ഇങ്ങനെ ചെയ്തത് ഈ വിശ്വാസത്തിൻ്റെ പേരിൽ? അപ്പം ഇങ്ങനെ അതിന് ഉത്തരവില്ല. ശരിക്കും ഈശോ ഉത്തരം കൊടുത്തതേ ഉള്ളൂ. ശരിക്കും ഉത്തരം കൊടുക്കേണ്ട കാര്യമല്ലത്. ഉത്തരം കൊടുത്തത് നമുക്ക് വേണ്ടിയാണ്. വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യം എന്നാൽ നല്ല കാര്യം, കല്യാണ കാര്യമൊന്നുമില്ലേ.
ഞാനെൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടേനല്ലേ എന്ന്. നിങ്ങൾക്കറിയാമല്ലോ പിതാവിൻ്റെ കാര്യം കല്യാണക്കാര്യമല്ല ഒന്ന്. അതൊക്കെ ചോരക്കളിയാണേ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ സംസാരിക്കണത് ചോരക്കളിയാണ്. ആ ചോരക്കളിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുവന്ന നിറവും ചോരയുടെ മണമൊക്കെ വന്നിട്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ സംസാരം കൂടും കുറച്ച് കഴിയുമ്പോൾ ഇത് പാഷൻ ഡയറക്ഷനായിട്ട്, പാഷൻ പ്രൊഡക്ഷനായിട്ട് പിന്നെ പുറത്ത് വരും. നമുക്ക് അവിടെ എൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. അവൻ്റെ അടുത്ത് ഇത് പറയുമ്പോൾ അതാണ്. അന്ന് അവൻ ചോദിക്കും, പിതാവേ നീ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന്. അതിന് പകരം എൻ്റെ അമ്മ അവനോട് ചോദിക്കുകയാണ്, എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, അത് പിതാവിൻ്റെ കാര്യമാണെന്ന്. എൻ്റെ ദൈവത്തിൽ നിന്ന് വൃത്തിയും മേനയുമായിട്ട് ഉത്തരം കിട്ടാത്ത ഒരു സാധനം നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് പിതാവിൻ്റെ കാര്യമാണ്. പിന്നെന്താണ്? അത് നിത്യതയിൽ വിരിയേണ്ട വിത്താണ്. എത്ര മേനിയാണെന്ന് നമുക്ക് അപ്പം കാണാം. ഓക്കെ അല്ലേ? താങ്ക് യു. എൻ്റെ പേര് റിയ. ഞാൻ കോതമംഗലം രൂപതയിലെ കദളിക്കാട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. ഞാൻ 2023 ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ പപ്പ 2018 മുതൽ ഉടമ്പടി എടുത്തായിരുന്നു. പപ്പ പ്രാർത്ഥിച്ച ഒരു മിക്കതൊന്നും തന്നെ മാതാവ് നടത്തി കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ +2 വരെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് സാധാ 80% ഞാൻ +2 ക്ലിയർ ചെയ്തേ. നഴ്സിങ്ങിന് ചെന്നപ്പം നഴ്സിംഗ് +2-നേക്കാളും എൻറ്റയർലി ഡിഫറെൻറ്റ്. ഭയങ്കര പാടാണ് പഠിക്കാനൊക്കെ നഴ്സിങ്. പക്ഷേ എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ പാസ്സായി പോരൂന്ന്. പക്ഷേ 4ാമത്തെ കൊല്ലം 4th ഇയറിൽ എനിക്ക് മാതാവ് ഫസ്റ്റ് പൊസിഷൻ നൽകി, ഡിസ്റ്റിങ്ഷൻ നൽകി അനുഗ്രഹിച്ചു. ഞാൻ അന്ന് മാതാവിനോട് പപ്പ പറയായിരുന്നു, അന്ന് എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കണോണ്ട് ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. പപ്പയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത്. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു പ്രത്യാശ നൽകി മാതാവിൽ. പപ്പ പറയായിരുന്നു, ഞാൻ നന്നായി പ്രാർത്ഥിക്കുക. പപ്പ എനിക്ക് തിരി കൊണ്ടേ തരുമായിരുന്നു. തിരി കത്തിച്ച് പ്രാർത്ഥിക്കണം. എക്സാമിന് പോയപ്പോൾ ഞാൻ ഉപ്പ് ഒരു നുള്ളെടുത്ത് വായയിൽ വെച്ചു. കാശുരൂപ ഞാൻ കയ്യിൽ ചേർത്ത് പിടിച്ചാൽ ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ എനിക്ക് ചുറ്റും ഒന്നും കാണാൻ പറ്റുന്നില്ല. എൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു പൂർണ്ണ ധൈര്യത്തോടെ തന്നെ ഞാൻ എക്സാം എഴുതിയത്. അത് കഴിഞ്ഞ് ഞാൻ എക്സാം കഴിഞ്ഞ് പാസ്സായി. പിന്നെ ഞാൻ OET ജോയിൻ ചെയ്തു. OET ജോയിൻ ചെയ്ത് 2023 ഒക്ടോബറിലായിരുന്നു OET എക്സാം. അതിനു മുമ്പായിട്ട് ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് OET എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റി. എനിക്ക് ലിസണിങ് ഭയങ്കര ടഫ് മൊഡ്യൂളായിരുന്നു. ഇതുവരെ ഞാൻ എക്സാം ബാച്ചിൽ എത്തിയിട്ട് പോലും എനിക്ക് മര്യാദയ്ക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ലിസണിങ്. പക്ഷേ OET എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റി. അത് ഞാൻ എക്സാമിന് പോയപ്പോൾ ഞാൻ കൃപാസനത്തിൽ അമ്മയുടെ കാശുരൂപ ഞാൻ കൈ പിടിച്ചു. ഞങ്ങൾക്ക് കയ്യിലൊന്നും കയറ്റാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കഴുത്തിലിട്ട് ഞാനിങ്ങനെ കൈ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചാണ് ഞാൻ ഓരോ എക്സാമും ഓരോ മൊഡ്യൂളും ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ കരഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് വീട്ടിലേക്ക്. ഞാൻ പപ്പേനെ വിളിച്ചു പറഞ്ഞപ്പോൾ അപ്പ ചിരിക്കുക ചെയ്തേ, നീ എന്തിനാ പേടിക്കണേ, മാതാവ് ഉണ്ടല്ലോ, എന്തായാലും നീ ജയിക്കും. അപ്പം ഞാൻ പറഞ്ഞില്ല അപ്പം എനിക്കൊരു പ്രതീക്ഷയില്ല. അപ്പോൾ പറഞ്ഞു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാതിരിക്കരുത്, നന്നായി പ്രാർത്ഥിക്കണം, എന്തായാലും കിട്ടും. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് OET ക്ലിയർ ചെയ്താൻ പറ്റി. പിന്നെ ഞാൻ രണ്ടാമതായിട്ട് ഏറ്റവും നിയോഗം വെച്ചത് എനിക്ക് ചേച്ചിയാണുള്ളത്. അവൾ അവൾക്ക് അബോഷനായിരുന്നു. 3ാമത് അവൾ ക്യാരിയിങ് ആയപ്പോൾ അവൾക്ക് ട്വിൻസ് ആയിരുന്നു. 3rd മന്ത് സ്കാനിങ്ങിൽ അവൾക്ക് ട്വിൻസാന്ന് പറഞ്ഞു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു. 6th മന്ത് സ്കാനിങ് എത്തിക്കഴിഞ്ഞപ്പം 2ാമത്തെ അബോഷനായത് ക്രോമോസോമൽ അനോമലി, ഒരു അംഗവൈകല്യം മൂലം ആണ് കൊച്ച് അബോഷനായത് 2ാമത്. 3ാമത് ഡോക്ടേഴ്സ് 6ാമത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ 95% ഉറപ്പ് പറഞ്ഞതാണ് ഒരു കുട്ടിക്ക് മുഴുവനായിട്ടും അംഗവൈകല്യം ഉണ്ടാവും, ഡൗൺ സിൻഡ്രോം എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുഞ്ഞിനെ സ്വീകരിച്ചാലും ആ കുഞ്ഞ് ഒത്തിരി നാളുണ്ടാവില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ഒരു 95% ഡോക്ടേഴ്സ്, അവൾ ആലുവയിലാണ് വീട്, അവിടെ രാജഗിരിയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അവിടെ നിന്ന് OET ചെയ്യുന്ന ടൈമിൽ അവൾ എന്നെ ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും വിളിക്കുമായിരുന്നു. അപ്പം ഞാൻ പറ്റണ പോലെ അവളുടെ കൂടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു വട്ടം ഡോക്ടർ ഞാനിങ്ങനെ മെഡിക്കൽ പ്രൊഫഷനാണെന്ന് അറിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞതാണ്, ഇത്രയും എഡ്യൂക്കേഷൻ ഉള്ളവരല്ലേ, നിങ്ങൾ തീരുമാനിക്കുക, ഒരു കുഞ്ഞിനെ 2 കുഞ്ഞുങ്ങൾ ദൈവം തന്നല്ലോ, ഇതിലൊരു കുഞ്ഞിനെ മതിയെങ്കിൽ മറ്റൊരു കുഞ്ഞിനെ നമുക്ക് 6 മാസത്തിന് മുമ്പ് തന്നെ മരുന്ന് വെച്ച് കളയാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അവൾക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കരമായിട്ട് ഡൗൺ ആയി. കാരണം 2ാമത് അബോഷൻ ഉണ്ടായപ്പോൾ 3ാമത്
മൂന്നാമത് അത് കഴിഞ്ഞ് ഒരു ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ട്വിൻസ് പ്രഗ്നൻസി ആകുമ്പം അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബേബി ഭയങ്കര റിസ്ക്കാണ്. ഏതെങ്കിലും ഒരു കുഞ്ഞ് ചിലപ്പോൾ നല്ല കുഞ്ഞിനായിരിക്കും അപകടം വരാം, അല്ലെങ്കിൽ വയ്യാത്ത കുഞ്ഞെന്ന് പറയുന്ന ആ വയ്യാത്ത കുഞ്ഞിനായിരിക്കും അപകടം വരുന്നത്. അപ്പോൾ ആ ടെസ്റ്റ് എന്ത് ചെയ്ത് അവൾ ചെയ്യുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലുകാർ ഒത്തിരി നിർബന്ധിച്ചാണ്, നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ഇത്രയും ഏജ് അല്ലേ ഉള്ളൂ, നിങ്ങൾ നോക്ക്, 2 കുഞ്ഞുങ്ങൾ ദൈവം തന്നില്ലേ, അതിലൊരു കുഞ്ഞിനെ നമുക്ക് മതിയെങ്കിൽ അത് മതി. പക്ഷെ അവൾ ഭയങ്കര ഡൗണായി. അവൾ ഉപ്പെടുത്ത് കഴിക്കും, അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പെട്ടെന്ന് ഡെലിവറി ഡേറ്റ് അടുത്തു. എമർജൻസി ആയിട്ടാണ് സിസേറിയൻ ചെയ്തത്. അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്ന് സിസേറിയൻ ചെയ്ത് 2 കുഞ്ഞുങ്ങളെയും സിസേറിയൻ ചെയ്ത് പുറത്ത് ഇറക്കി ഒരു ദിവസം NICUവിലാണ് കിടത്തിയത്. പിറ്റേ ദിവസം അവർ വേറെ ഒന്നും പറഞ്ഞില്ല, കുട്ടികൾക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിറ്റേ ദിവസം അവളെ റൂമിലേക്ക് മാറ്റി. അവൾക്ക് പോകാൻ വയ്യാത്തതുകൊണ്ട് ചേട്ടായിനെയും ചേച്ചിയുടെ ഹസ്ബൻഡിനെ ഞാനും കൂടെയാണ് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നത്. അപ്പോൾ ജൂനിയർ ഡോക്ടറാണ് ഡെലിവറി എടുത്തത്. അപ്പോൾ ഞാൻ NICU ചെന്ന് ചേച്ചിയും ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിൽ മറ്റേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ഇവളുടെ സ്കാനിങ്ങിൻ്റെ ഫുൾ റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞപ്പോൾ സാറ് പറയുന്ന 2 ബേബീസും കുഴപ്പമില്ല, 2 മിടുക്കി കുട്ടികളാണ്, ഒരു പ്രശ്നവുമില്ല. അസസ്മെൻ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴും യാതൊരുവിധ ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ ഞാനും ചേട്ടായി മുഖത്തോട് മുഖം നോക്കുകയാണ്. ഇപ്പോൾ ചേട്ടായി എൻ്റെ ചെവിയിൽ ഇങ്ങനെ പറയണ്ടേടി കുഞ്ഞ് മാറിപ്പോയോ എന്നുള്ള രീതിയിലാണ് അവൾ പറയണത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ ഒരാൾക്ക് ആർസ എന്ന് പറഞ്ഞൊരു ഡിസബിലിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജൂനിയർ ഡോക്ടറായിരുന്നു ഡെലിവറി. അപ്പോൾ ജൂനിയർ ഡോക്ടർ പറഞ്ഞു, ഇല്ല മാം, അങ്ങനെ വരാൻ വഴിയില്ല, ഞാനാണ് ഡെലിവറി ക്യാരിയും ചെയ്ത് സിസേറിയൻ എടുത്തത്, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, 2 ബേബീസ് ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ജൂനിയർ ഡോക്ടറിന് ഭയങ്കര സംശയം തോന്നിയിട്ട് ഒന്നും കൂടി ആൾ അകത്തേക്ക് പോയി നോക്കി. ഒബ്സർവേഷൻ റൂമിൽ 2 ബേബീസും ബേബി ഓഫ് റോസ്മേരി 2 പേരുടെയും ടാഗ് കറക്റ്റാണ്, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, 2 പേരും ഏകദേശം ഐഡൻറ്റിക്കലാണ്. അപ്പം ഡോക്ടറിന് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ ജൂനിയർ ഡോക്ടർ പറഞ്ഞു, ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് 100%, 100-95% ശരിയായി വരാനാണ് സാധ്യത. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് അറിയില്ല. ഞാൻ സീനിയർ ഡോക്ടറിനെ നിങ്ങൾ എന്തായാലും കണ്ടോ, ഡെലിവറി അവിടെ CS കഴിഞ്ഞാൽ പിന്നെ സീനിയർ ഡോക്ടർ വരില്ല, ജൂനിയർ ഡോക്ടേഴ്സാണ് അറ്റൻഡ് ചെയ്യാറ്. സീനിയർ ഡോക്ടർ പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ റൂമിൽ വന്ന് ചേച്ചിയോട് സംസാരിച്ചു. ശരിക്കും ഇതൊരു മിറക്കിൾ തന്നെയാണ്. ഒരു കുഞ്ഞിനെ തീരെ വയ്യ എന്ന് പറഞ്ഞൊരു കുഞ്ഞിനെ ദൈവം ഇത്രയും ആരോഗ്യത്തോടെ, ആളൊരു ഹിന്ദു ഡോക്ടറായിരുന്നു, നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണെന്ന് പറഞ്ഞു. 2 കുട്ടികൾക്കും ഒരു കുഴപ്പമില്ല. അതിൽ ഒരു കുഞ്ഞിന് വയ്യാന്ന് പറഞ്ഞ കുഞ്ഞിന് പിന്നെ അവർ എക്കോ എടുത്തോളാൻ പറഞ്ഞു. ഇത്രയും റിസ്ക് പറഞ്ഞതാണെങ്കിൽ എക്കോ എടുത്തു. ഞങ്ങൾ അമൃതയിൽ പോയി എക്കോ എടുത്തപ്പോൾ ചെറിയ ഹാർട്ടിനൊരു ഇതിപ്പോൾ എല്ലാ കുട്ടികൾക്കും കണ്ടുവരുന്ന ചെറിയൊരു ഹോളാണെന്നാണ് പറഞ്ഞത്, ചെറിയൊരു ഹോള്. അത് അപ്പം ഞാൻ സർജറി വേണോ വേണ്ടയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം സാറ് പറഞ്ഞത് കുഴപ്പമില്ല, ഒരു വയസ്സിനുള്ളിൽ തന്നെ അത് തന്നെ ക്ലോസ് ആവുമെന്നാണ് പറഞ്ഞത്. അത് ഭയങ്കര ഒരു അത്ഭുതമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ. അതെനിക്ക് 100% ഉറപ്പുണ്ട്. മാതാവിനോടുള്ള അവൾക്ക് ഭയങ്കര ഭക്തിയാണ് മാതാവിനോടുള്ള. അവൾ എന്നോട് എപ്പോഴും പറയും, നീ മുടക്കരുത്, പ്രാർത്ഥന ചെല്ലണം, നീ മുടക്കരുത്, നീ എത്ര ഇതെടുത്താലും നീ നന്നായി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഞാൻ എന്ത് അവസരങ്ങൾക്കും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറാണ്. എനിക്ക് നല്ലൊരു ഹോസ്പിറ്റൽ OET കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ പറ്റി. 1 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് വേണം പുറത്തേക്ക് പോകാനായിട്ട്. അമ്മ മാതാവ് എനിക്ക് 7th മന്ത് എക്സ്പീരിയൻസ്ഡ് കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ പ്ലേസ് ചെയ്തു അയർലൻഡിൽ. ഞാൻ അയർലൻഡിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തു. ഇൻ്റർവ്യൂവിൽ അവർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത്, ഇത്രയും എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ നമുക്ക് നോക്കാം എന്നുള്ള രീതി. എനിക്ക് പിറ്റേ ദിവസം തന്നെ അവർ ഓഫർ ലെറ്റർ അയച്ചു. എനിക്ക് സെപ്റ്റംബറിൽ, ഞാൻ ഈ മാസം അവസാനം പോവുകയാണ്, സെപ്റ്റംബർ 14, 15 ഞാൻ എക്സാം ഡേറ്റ് എടുത്തേക്കുവാണ്. അവിടെ ചെന്നും എനിക്ക് 100% ഉറപ്പാണ്, എൻ്റെ കഴിവ് കൊണ്ടല്ല ഞാൻ ഇത്രയും വരെ എത്തിയത്, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. എനിക്ക് പറ്റുന്ന പോലെ തന്നെ ഞാൻ മറ്റുള്ളവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾക്കായാലും എൻ്റെ നോട്ട്സ് ഞാൻ സഹായം കൊടുക്കാറുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ തന്നെ ഞാൻ ഓരോ പേഷ്യൻസിനെ ഞാൻ ട്രീറ്റ് ചെയ്യുമ്പോൾ അവരിൽ ഞാൻ എൻ്റെ അമ്മേനെ അല്ലെങ്കിൽ വേറെ ഒരു ശരിക്കും ഒരു അമ്മച്ചീനെ, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നു, അവരെ ശരിക്കും കണ്ടുകൊണ്ടാണ് ഞാൻ മാതാവ് എൻ്റെ അടുത്ത് ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. നൈറ്റ് ഡ്യൂട്ടിക്ക് ചെയ്യുമ്പോഴൊക്കെ, നൈറ്റ് ഡ്യൂട്ടിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസരങ്ങളിലൊക്കെ ഞാൻ
കൊന്ത എത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാതാവിൻ്റെ. ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടാവാറുണ്ട്. ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കാശുരൂപം മാറ്റി വെച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ പിടിക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ പോക്കറ്റിൽ അല്ലെങ്കിൽ എൻ്റെ ബാഗിൽ കാശുരൂപം ഉണ്ടാവാറുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ ഞാനൊരു ഹിന്ദു ബേസ്ഡ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തത്. അവിടുത്തെ ആർക്കും തന്നെ കൂടുതലൊന്നും അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ ഇരിക്കുമ്പോൾ സ്റ്റാഫുമാർ ഒന്നിച്ചിരിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ഇങ്ങനൊരു എനിക്ക് ശരിക്കും അത്ഭുതം ലഭിച്ചിട്ടുണ്ട് ചേച്ചി, എൻ്റെ ചേച്ചിക്ക്. അപ്പോൾ അവർ മെഡിക്കൽ പ്രൊഫഷൻ ആകുമ്പോൾ അവർക്ക് കൂടുതൽ അറിയാം. അപ്പോൾ അവരിങ്ങനെ ശരിക്കും ഇങ്ങനെ അതിശയത്തോടെ കേട്ടിരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ചേച്ചി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതൊക്കെ എനിക്ക് തോന്നുന്നു മാതാവിനെ എനിക്ക് മറ്റുള്ളവരിലേക്ക് അറിയിക്കാനായിട്ട് കൂടുതൽ അവസരം ലഭിച്ചു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മ മാതാവിനോട് നന്ദി പറയും.